സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കേരളം വിവരസാങ്കേതികവിദ്യ എന്ന വാക്ക് രാജ്യത്തിന് ഏതാണ്ട് അപരിചിതമായിരുന്ന 1990കളുടെ തുടക്കത്തിൽ തന്നെ രാജ്യത്തെ ആദ്യത്തെ ഇൻഫോർമേഷൻ ടെക്നോളജി പാർക്ക് സ്ഥാപിച്ചുകൊണ്ട് എല്ലാവർക്കും മുമ്പേ ഈ രംഗത്ത് ഓട്ടം തുടങ്ങിയ നാടായിരുന്നു. ബംഗളൂരുവോ ഹൈദരാബാദോ അല്ല, നമ്മുടെ തിരുവനന്തപുരമായിരുന്നു അന്ന് ഇന്ത്യൻ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ആദ്യ ചുവടുവെപ്പിന് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ആ മുൻതൂക്കം നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഖേദകരമായ സത്യം. 3 പതിറ്റാണ്ടിന് ശേഷം ഇന്ന് ഇന്ത്യയുടെ മൊത്തം സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ കേരളത്തിന്റെ പങ്ക് വെറും 2% താഴെ മാത്രമാണ്. സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ സ്ഥാനം 8ാമതും. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം, കേരളത്തിന് വർഷങ്ങൾക്ക് ശേഷം ഈ രംഗത്തേക്ക് കടന്നുവന്ന ഹരിയാനയും ഉത്തർപ്രദേശും വരെ ഇന്ന് നമുക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ്. സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞതും പദ്ധതിയിട്ടതും എല്ലാം 1 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഏകദേശം 32,000 കോടി രൂപ എന്ന നിരാശാജനകമായ കണക്ക് മാത്രമാണ്. ഇന്ത്യൻ ഇൻഫോർമേഷൻ ടെക്നോളജി ഭീമനായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന ഒറ്റ കമ്പനി നമ്മുടെ മൊത്തം കയറ്റുമതിയേക്കാൾ ഏകദേശം 10 ഇരട്ടി കൂടുതൽ വരുമാനം ഒരു വർഷം നേടുന്നു എന്ന ഒറ്റ വസ്തുത മതി മേഖലയിൽ നമ്മൾ എത്രമാത്രം പുറകിലാണ് എന്ന് മനസ്സിലാക്കാൻ. മികച്ച വിദ്യാഭ്യാസവും ധാരാളം സാങ്കേതിക പ്രതിഭകളും രാജ്യത്തെ ആദ്യത്തെ ഇൻഫോർമേഷൻ ടെക്നോളജി പാർക്കും എല്ലാം കയ്യിലുണ്ടായിരുന്നിട്ടും കേരളം എന്തുകൊണ്ടാണ് ഇത്രയും പിന്നിലായി പോയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വികാരങ്ങൾക്കപ്പുറം വസ്തുതകളുടെ വെളിച്ചത്തിൽ തേടുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ. കഴിഞ്ഞ 10 വർഷത്തെ കേരള ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ കഥ ഇത് കേരള ഡീകോഡ്. നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് ഒന്ന് പോകാം. ഇൻഫോർമേഷൻ ടെക്നോളജി എന്നത് ഇന്ത്യയിൽ അധികമാർക്കും പരിചയമില്ലാത്ത ഒരു ആശയമായിരുന്ന 1990ൽ തന്നെ തിരുവനന്തപുരത്ത് ടെക്നോപാർക്ക് എന്ന സ്വപ്നം കേരളം യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങിയിരുന്നു. 1995-ൽ അന്നത്തെ പ്രധാനമന്ത്രി അത് രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ഹൈദരാബാദിന്റെ പ്രശസ്തമായ ഇൻഫോർമേഷൻ ടെക്നോളജി നഗരം പിറക്കാൻ പോലും വർഷങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഇത് വെറുമൊരു അവകാശവാദമായിരുന്നില്ല. കേരളത്തിന് യഥാർത്ഥമായ ഒരു മുൻതൂക്കം അന്നുണ്ടായിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസമുള്ള, ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു യുവതലമുറയും രാജ്യത്തെ ആദ്യത്തെ ഇൻഫോർമേഷൻ ടെക്നോളജി പാർക്കും ഒരുമിച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ലളിതമായി പറഞ്ഞാൽ ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച തുടക്കം കിട്ടിയത് കേരളത്തിനായിരുന്നു. ഇതിനോട് ഗുഡ്ഗാവിന്റെ കഥ ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. കേരളത്തിൽ പ്രവർത്തനക്ഷമമായ ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി പാർക്ക് ഉണ്ടായിരുന്ന കാലത്ത് ഗുഡ്ഗാവ് കേവലം കൃഷിയിടങ്ങൾ മാത്രമായിരുന്നു. ഗുഡ്ഗാവിന്റെ ഇൻഫോർമേഷൻ ടെക്നോളജി ഹൃദയമായ സൈബർ സിറ്റി സ്ഥാപിതമാകുന്നത് 2003-ൽ മാത്രമാണ്. അതായത് നമ്മുടെ ടെക്നോ പാർക്കിൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം. എന്നിട്ടും ഇന്ന് ഹരിയാന കേരളത്തിന്റെ ഏകദേശം 3 ഇരട്ടി സോഫ്റ്റ്വെയർ കയറ്റുമതി ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യം ഓട്ടം തുടങ്ങിയ കേരളം പിന്നെ എല്ലാവർക്കും പിന്നിലായി പോയത് വിധിയുടെ കളിയായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും നമ്മൾ എടുത്ത തീരുമാനങ്ങളുടെയും നമുക്ക് കിട്ടിയ നേതൃത്വത്തിന്റെയും ഫലമായിരുന്നു. വൈകാരികമായ വാദങ്ങൾ മാറ്റിവെച്ച് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേ അളവുകോലിൽ വെച്ച് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ സോഫ്റ്റ്വെയർ കയറ്റുമതി ഏകദേശം 32,000 കോടി രൂപയാണ്. ഇത് ഇന്ത്യയുടെ മൊത്തം ഇൻഫോർമേഷൻ ടെക്നോളജി കയറ്റുമതിയുടെ വെറും 1.5% മാത്രമേ വരൂ. ഇനി ഈ കണക്ക് മറ്റ് സംസ്ഥാനങ്ങളുടേതുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. കർണാടകയുടെ ഇൻഫോർമേഷൻ ടെക്നോളജി കയറ്റുമതി ഏകദേശം 7 ലക്ഷം കോടി രൂപയോളം വരും. തെലങ്കാനയുടേത് ഏകദേശം 3 ലക്ഷം കോടി രൂപയും. ഈ ഭീമൻ സംഖ്യകൾക്ക് മുന്നിൽ കേരളത്തിന്റെ 32,000 കോടി എത്ര ചെറുതാണ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ കാണാം. പക്ഷേ ഏറ്റവും ചിന്തിപ്പിക്കേണ്ട കാര്യം മറ്റൊന്നാണ്. നമ്മൾ ഈ രംഗത്ത് വന്ന് ഒരുപാട് കാലത്തിന് ശേഷം മാത്രം എത്തിയ ഹരിയാന ഇന്ന് 1 ലക്ഷം കോടി രൂപയിലധികവും, നോയിഡ ഏകദേശം 89,000 കോടി രൂപയും കയറ്റുമതി ചെയ്യുന്നു. വൈകി വന്ന ഈ നഗരങ്ങൾ പോലും ആദ്യം തുടങ്ങിയ നമ്മളെ നിഷ്പ്രയാസം മറികടന്നുകഴിഞ്ഞു. കേരളം ചെറിയ സംസ്ഥാനമായതുകൊണ്ടാണ് ഇതെന്ന വാദം ഇവിടെ വിലപ്പോവില്ല. കാരണം നമ്മൾ ഇവിടെ അളക്കുന്നത് സംസ്ഥാനത്തിന്റെ വലുപ്പമല്ല, ദേശീയ ഇൻഫോർമേഷൻ ടെക്നോളജി സമ്പദ്വ്യവസ്ഥയിൽ ഓരോ സംസ്ഥാനവും പിടിച്ചെടുത്ത വിഹിതമാണ്. ആ വിഹിതത്തിന്റെ കണക്കിൽ കേരളം 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നത് ആരുടെയും അഭിപ്രായമല്ല. അത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക കണക്കാണ്. കേരളത്തിന്റെ ഇൻഫോർമേഷൻ ടെക്നോളജി കയറ്റുമതി എന്ന് പറയുന്നത് ഫലത്തിൽ 3 പാർക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഇതിൽ ഏറ്റവും വലുതായ ടെക്നോപാർക്ക് ഒരു വർഷം ഏകദേശം 14,500 കോടി രൂപയും, കൊച്ചിയിലെ ഇൻഫോപാർക്ക് ഏകദേശം 12,000 കോടി രൂപയും കയറ്റുമതി ചെയ്യുന്നു. എന്നാൽ മൂന്നാമത്തെ പാർക്കിന്റെ കണക്ക് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. കോഴിക്കോട്ടെ സർക്കാർ സൈബർ പാർക്കിന്റെ ഒരു വർഷത്തെ മൊത്തം കയറ്റുമതി വെറും 130 കോടി രൂപ മാത്രമാണ്. അതും ഒരു വർഷം കൊണ്ട് വളർന്നത് കേവലം 9 കോടി രൂപ. അതായത് ഉത്തരകേരളത്തിന്റെ മുഴുവൻ ഇൻഫോർമേഷൻ ടെക്നോളജി സാന്നിധ്യവും ഈ ഭൂപടത്തിൽ ഏതാണ്ട് അദൃശ്യമാണ് എന്ന് തന്നെ പറയേണ്ടിവരും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും അവ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിന്റെ നേർചിത്രമാണ് ചേർത്തല ഇൻഫോപാർക്ക്.
15 വർഷം പിന്നിട്ടിട്ടും അതിന്റെ സാധ്യതകൾ ഇന്നും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കെട്ടിടം പണിയുന്നതും അതിൽ തൊഴിലും സമ്പത്തും നിറയ്ക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് ഇന്നത്തെ അവസ്ഥയാണ്. ഇനി കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഈ സംസ്ഥാനങ്ങളിൽ ആരാണ് ഏറ്റവും വേഗത്തിൽ വളരുന്നത്? കാരണം ഇന്ന് പിന്നിലാണെങ്കിലും വളർച്ചയുടെ വേഗത കൂടുതലാണെങ്കിൽ നാളെ മുന്നിലെത്താൻ കേരളത്തിന് കഴിയും. പക്ഷേ ഇവിടെയും കണക്കുകൾ നമുക്ക് അനുകൂലമല്ല. കഴിഞ്ഞ 5 വർഷത്തെ വാർഷിക വളർച്ച നോക്കിയാൽ തെലങ്കാന ഏകദേശം 19%, കർണാടക ഏകദേശം 21% വേഗത്തിൽ വളരുമ്പോൾ കേരളത്തിന്റെ വളർച്ച വെറും 11 മുതൽ 12 വരെ ശതമാനത്തിൽ ഒതുങ്ങുന്നു. കേരളം വളരുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ വളരുന്നത് മത്സരിക്കുന്നവരുടെ പകുതി വേഗത്തിൽ മാത്രമാണ്. അതും അവർ നമ്മളെക്കാൾ എത്രയോ വലിയ അടിത്തറയിൽ നിന്ന് വളരുമ്പോൾ. ഇതിന്റെ അർത്ഥം വളരെ ലളിതവും അതേസമയം വേദനാജനകവുമാണ്. ഈ വിടവ് ഓരോ വർഷവും കുറയുകയല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യത്യാസം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ ഉദാഹരണം മതി. തെലങ്കാന ഒരൊറ്റ വർഷം കൊണ്ട് അധികമായി നേടിയ കയറ്റുമതി ഏകദേശം 45,000 കോടി രൂപയാണ്. അതായത് കേരളത്തിന്റെ മുഴുവൻ ഇൻഫോർമേഷൻ ടെക്നോളജി കയറ്റുമതിയേക്കാളും കൂടുതൽ. ഈ വേഗതയിൽ പോയാൽ നമ്മൾ ഇവരെ ഒരിക്കലും പിടികൂടാൻ പോകുന്നില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. കയറ്റുമതി ഒരു വശം മാത്രമാണ്. ഇതിലും പ്രധാനമാണ് ഈ മേഖല സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾ. കേരളത്തിലെ 3 പാർക്കുകളിലുമായി ഇന്ന് ജോലി ചെയ്യുന്നത് ഏകദേശം 1.5 ലക്ഷം പേരാണ്. എന്നാൽ തെലങ്കാനയിൽ മാത്രം ഈ സംഖ്യ ഏകദേശം 9,40,000 പേരാണ്. അതായത് നമ്മുടേതിന്റെ 6 ഇരട്ടിയിലധികം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇൻഫോർമേഷൻ ടെക്നോളജി ലോകത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ എന്ന ആശയമാണ്. ലോകത്തെ വൻകിട കമ്പനികൾ അവരുടെ ഗവേഷണവും പുതിയ ഉൽപ്പന്നങ്ങളുടെ വികസനവും നടത്താൻ ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന ഈ കേന്ദ്രങ്ങളാണ് ഇന്ന് ഏറ്റവും മൂല്യമുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി ജോലികളുടെ കേന്ദ്രബിന്ദു. ഇന്ന് ഇന്ത്യയിൽ 1800-ലധികം ഇത്തരം കേന്ദ്രങ്ങളുണ്ട്. അതിൽ ബംഗളൂരുവിൽ മാത്രം 880-ലധികവും ഹൈദരാബാദിൽ 355-ലധികവുമുണ്ട്. ചെന്നൈയിൽ പോലും 240-ലധികം കേന്ദ്രങ്ങളുള്ളപ്പോൾ കേരളത്തിൽ ഇതുവരെ വിരലിലെണ്ണാവുന്നവ മാത്രമേയുള്ളൂ എന്നതാണ് നമ്മുടെ ദുരവസ്ഥ. കേരളത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് കേട്ടാൽ ഈ വിടവ് എത്ര വലുതാണ് എന്ന് കൂടുതൽ വ്യക്തമാകും. 2031 ആകുമ്പോഴേക്കും 120 കേന്ദ്രങ്ങൾ എന്നതാണ് നമ്മുടെ സ്വപ്നം. എന്നാൽ ബംഗളൂരുവിന് ഇന്ന് തന്നെ അതിന്റെ 7 ഇരട്ടി കേന്ദ്രങ്ങളുണ്ട്. ഈ വലിയ തിര ഇന്ത്യയിലുടനീളം ആഞ്ഞടിച്ചപ്പോൾ കേരളം മാത്രം കരയിൽ കാഴ്ചക്കാരനായി നിന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, കോഗ്നിസന്റ് ഉണ്ട്, േൺസ്റ്റ് ആൻഡ് യങ് ഉണ്ട്. കേരളത്തിന്റെ ഇൻഫോർമേഷൻ ടെക്നോളജി വിജയഗാഥ പറയുമ്പോൾ ഈ വൻകിട പേരുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇവർക്കെല്ലാം ഇവിടെ ഓഫീസുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഒരു ബോർഡ് വെച്ച ഓഫീസ് സാന്നിധ്യവും യഥാർത്ഥ തോതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ കമ്പനികളുടെ ജീവനക്കാരിൽ എത്ര പേർ ശരിക്കും കേരളത്തിലുണ്ട് എന്ന് നോക്കിയാൽ കാര്യം വ്യക്തമാകും. ലോകത്താകെ ഏകദേശം 6 ലക്ഷം ജീവനക്കാരുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് ചെന്നൈയിൽ മാത്രം 70,000-ലധികം പേരുള്ളപ്പോൾ കേരളത്തിൽ പഴയ കണക്ക് പ്രകാരം ഏകദേശം 4,000 പേർ മാത്രമേയുള്ളൂ. കോഗ്നിസന്റ് ചെന്നൈയിൽ 55,000-ഓളം പേരുള്ളപ്പോൾ കൊച്ചിയിൽ അവസാനം പുറത്തുവന്ന കണക്ക് വെറും 1,500 മാത്രമായിരുന്നു. ഈ കമ്പനികൾ ബംഗളൂരുവിലെയും ചെന്നൈയിലെയും ജീവനക്കാരുടെ എണ്ണം വലിയ അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ കേരളത്തിലെ എണ്ണം അവർ മിക്കപ്പോഴും മൗനത്തിൽ ഒളിപ്പിക്കുന്നു. എന്നാൽ േൺസ്റ്റ് ആൻഡ് യങ് പോലുള്ള ചില വൻകിട കമ്പനികൾക്ക് കേരളത്തിൽ 10,000-ലധികം ജീവനക്കാരുണ്ട് എന്നതും കാണാതിരുന്നുകൂടാ. അതായത് വലിയ തോത് താങ്ങാൻ കേരളത്തിന് കഴിയും. പ്രശ്നം വൻകിട കമ്പനികളുടെ താൽപ്പര്യക്കുറവാണ്. ഇവിടെ പ്രാതിനിധ്യമുണ്ട്, പക്ഷേ കാര്യമായ തോതില്ല. ഇതിനെല്ലാമിടയിൽ കേരളത്തിന് അഭിമാനിക്കാൻ ഒരു കാര്യമുണ്ട്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. 6,000-ലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുള്ള ഈ ആവാസ വ്യവസ്ഥയുടെ ഉൾച്ചേർക്കൽ സ്വഭാവത്തെ ലോക സാമ്പത്തിക ഫോറം വരെ പ്രശംസിച്ചിട്ടുണ്ട്. പക്ഷേ പണത്തിന്റെ ഒഴുക്ക് നോക്കിയാൽ മറ്റൊരു കഥയാണ് നമുക്ക് കാണാൻ കഴിയുക. ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പുകൾ 2024-ന്റെ ആദ്യ 3 മാസത്തിൽ മാത്രം $100 കോടി നിക്ഷേപമായി ആകർഷിച്ചു. അതായത് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖല വർഷങ്ങൾ കൊണ്ട് കാണുന്നതിലും കൂടുതൽ പണം അവർ വെറും ഒരു പാദത്തിൽ നേടി. ഇതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് യൂണിക്കോൺ കമ്പനികളുടെ കണക്കാണ്. $100 കോടി മൂല്യമുള്ള ഇത്തരം കമ്പനികൾ കർണാടകയിൽ 45 മുതൽ 50 വരെയുണ്ടെങ്കിൽ കേരളത്തിൽ അത്തരം ഒരൊറ്റ കമ്പനി പോലുമില്ല എന്നതാണ് നമ്മൾ അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യം. ഇത്രയും കേട്ടപ്പോൾ സ്വാഭാവികമായും ഒരു ന്യായീകരണം നമ്മുടെ മനസ്സിലേക്ക് വരാം. കേരളത്തിനു വേണ്ടത്ര ഇൻഫോർമേഷൻ ടെക്നോളജി പാർക്കുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാവും ഇത് സംഭവിച്ചതെന്ന്. വാദം ശരിയാണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. യാഥാർത്ഥ്യം എന്തെന്നാൽ കേരളത്തിന് ടെക്നോപാർക്കും ഇൻഫോപാർക്കും സൈബർ പാർക്കുമുണ്ട്. വിപുലീകരണത്തിന് ആവശ്യമായ ഭൂമിയും കുറഞ്ഞ വാടകയും മികച്ച ഇന്റർനെറ്റ് സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യമല്ല കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം, മറിച്ച് ആ പ്രശ്നം നേതൃത്വത്തിലും ദീർഘവീക്ഷണത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. പാർക്കുകളും ഭൂമിയും ഉണ്ടായിട്ടും വൻകിട മൂലധനം എന്തുകൊണ്ടാണ് കേരളത്തെ ഒഴിവാക്കുന്നത് എന്ന ചോദ്യത്തിന് നിക്ഷേപകർ പണ്ടേ ഒരു ഉത്തരം പറയുന്നുണ്ട്. കേരളത്തിന്റെ തൊഴിൽ കാലാവസ്ഥയും വർഷങ്ങളായി നമ്മൾ പേറുന്ന ചില പ്രതിച്ഛായ പ്രശ്നങ്ങളുമാണ്.
ഞങ്ങളുടെ അഭിപ്രായമല്ല, കേരള ഹൈക്കോടതിയുടെ തന്നെ വാക്കുകളാണ് എന്നതാണ് ശ്രദ്ധേയം. തീവ്രമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനം കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വലിയ തടസ്സമാണ് എന്നും നോക്കുകൂലി പോലുള്ള സമ്പ്രദായങ്ങൾ സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നു എന്നും കോടതി തന്നെ തുറന്നടിച്ചിട്ടുണ്ട്. എന്നാൽ നീതിപൂർവം ഒരു കാര്യം കൂടി പറയണം, കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. 2017-ൽ 120ഓളം ഹർത്താലുകൾ നടന്ന നാട്ടിൽ 2019ഓടെ അത് വെറും 12ആയി കുറഞ്ഞു. പക്ഷേ ഒരു പതിറ്റാണ്ടിലേറെയായി നമ്മൾ പേറുന്ന ഈ പഴയ പ്രതിച്ഛായ ഇന്നും നിക്ഷേപകരുടെ മനസ്സിൽ ഒരു നിഴൽ പോലെ പിന്തുടരുന്നു. ഈ പ്രതിച്ഛായ എങ്ങനെ നമ്മെ ദ്രോഹിച്ചു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് സ്മാർട്ട് സിറ്റി കൊച്ചി. 90,000 തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് 2005-ൽ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ഈ പദ്ധതിയിൽ നിന്ന് 2024 ഡിസംബറിൽ ദുബായിലെ പ്രധാന പങ്കാളി ഭൂമി തർക്കത്തെ തുടർന്ന് പിന്മാറി. കേരളത്തിന്റെ ഏറ്റവും വലിയ ഇൻഫോർമേഷൻ ടെക്നോളജി സ്വപ്നങ്ങളിലൊന്ന് ഒരു വിദേശ നിക്ഷേപകൻ ഇറങ്ങിപ്പോയ കഥയായി ചുരുങ്ങി. നമ്മൾ പിന്നിലായതിന്റെ കാതലായ കാരണത്തിലേക്ക് ഇനി വരാം. തെലങ്കാനയുടെയും ഹൈദരാബാദിന്റെയും ഉയർച്ചയ്ക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ലോക കമ്പനികളെ നേരിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന വ്യക്തമായ ഒരു നേതൃത്വവും ഉണ്ടായിരുന്നു. ഗുഡ്ഗാവിന്റെ വളർച്ചയ്ക്ക് പിന്നിലാകട്ടെ സ്വകാര്യ മേഖലയുടെ ചടുലതയും ധൈര്യവുമായിരുന്നു. നിർഭാഗ്യവശാൽ അത്തരം ഒരു ചാമ്പ്യൻ കേരളത്തിന് ഒരിക്കലും ഉണ്ടായില്ല. ഇൻഫോർമേഷൻ ടെക്നോളജി വകുപ്പ് മിക്കപ്പോഴും മുഖ്യമന്ത്രിയുടെ കീഴിലൊതുങ്ങി. അതിന്റെ ദൈനംദിന നടത്തിപ്പ് മാറി വരുന്ന ഉദ്യോഗസ്ഥരുടെ കൈകളിലുമായി. ഒരു ഘട്ടത്തിൽ ഒരേ ഉദ്യോഗസ്ഥൻ തന്നെ 2 പാർക്കുകൾ ഒരുമിച്ച് നയിക്കേണ്ടി വന്നു എന്നത് ഈ അസ്ഥിരതയുടെ നേർസാക്ഷ്യമാണ്. വ്യവസായത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന സ്ഥിരതയുള്ള ഒരു ദീർഘവീക്ഷണത്തിന് പകരം കേരളത്തിന് കിട്ടിയത് ഫയലുകൾക്കും നടപടിക്രമങ്ങൾക്കും അപ്പുറം കടക്കാത്ത ഒരു ഭരണസംവിധാനമായിരുന്നു. കഴിവില്ലായ്മയല്ല, മറിച്ച് ഈ ദീർഘവീക്ഷണത്തിന്റെ അഭാവവും ദുർബലമായ നേതൃത്വവുമാണ് നമ്മെ ഈ മേഖലയിൽ ഏറ്റവും പിന്നിലേക്ക് തള്ളിയിട്ടത്. സർക്കാർ പണം ചെലവഴിക്കാൻ മടി കാണിച്ചില്ല എന്നതും ഇതോടൊപ്പം ചേർത്തു വായിക്കണം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ 3 പാർക്കുകളിലായി സർക്കാർ 594 കോടി രൂപ നിക്ഷേപിച്ചു. എന്നിട്ടും 2023-ലെ ഇൻഫോർമേഷൻ ടെക്നോളജി നയം വാഗ്ദാനം ചെയ്ത 5 ലക്ഷം തൊഴിലവസരങ്ങളിൽ 5 വർഷം കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാനായത് വെറും 72,000 മാത്രമാണ്. ഒറ്റനോട്ടത്തിൽ ഈ പണം പാഴായെന്ന് പറയാനാവില്ല. പക്ഷേ യഥാർത്ഥ പ്രശ്നം മറ്റൊന്നാണ്. വിജയിച്ച സംസ്ഥാനങ്ങൾ വളർന്നത് സർക്കാരിന്റെ പണം കൊണ്ടല്ല, മറിച്ച് വൻതോതിലുള്ള സ്വകാര്യ വിദേശ നിക്ഷേപം കൊണ്ടാണ്. ബംഗളൂരു ഒരൊറ്റ വർഷം ആകർഷിക്കുന്ന വിദേശ നിക്ഷേപം ഏകദേശം 45,000 കോടി രൂപയാണ്. അതായത് കേരളം 10 വർഷം കൊണ്ട് പാർക്കുകളിൽ ഇട്ട പണത്തിന്റെ 70 ഇരട്ടിയിലധികം. അപ്പോൾ കേരളത്തിന്റെ പരാജയം പണം ദുർവിനിയോഗം ചെയ്തതിലല്ല, മറിച്ച് വളരെ ചെറിയ പൊതുപണം കൊണ്ട് ഒരു വലിയ കളി കളിക്കാൻ ശ്രമിച്ചതിലാണ്. വ്യവസായം പടുത്തുയർത്താൻ ആവശ്യമായ വൻകിട സ്വകാര്യ മൂലധനത്തെ ആകർഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് ചെലവിന്റെ പ്രശ്നമല്ല, വ്യക്തമായ ഒരു തന്ത്രത്തിന്റെ അഭാവമാണ്. ഇനി സർക്കാർ ഉയർത്തിയ അവകാശവാദങ്ങൾ ഓരോന്നായി ഒന്ന് പരിശോധിക്കാം. കയറ്റുമതി 3 ഇരട്ടിയായി എന്നായിരുന്നു ഒരു പ്രധാന അവകാശവാദം. പക്ഷേ അത് വളരെ ചെറിയ ഒരു അടിത്തറയിൽ നിന്നുള്ള ശതമാന കണക്ക് മാത്രമാണ്. യഥാർത്ഥ വാർഷിക വളർച്ച 11% മാത്രമാണ്. ദേശീയ വിഹിതം ഇന്നും 1.5% തന്നെ തുടരുന്നു. 5 ലക്ഷം തൊഴിലവസരം വാഗ്ദാനം ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് 72,000 മാത്രം. 1 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി പറഞ്ഞിട്ട് നേടിയത് 32,000 കോടി മാത്രം. പ്രഖ്യാപനങ്ങളും യഥാർത്ഥ കണക്കുകളും തമ്മിലുള്ള ഈ വലിയ വിടവാണ് ഈ കഥയിലെ ഏറ്റവും ഗൗരവമേറിയ പ്രശ്നം. കാരണം സ്വന്തം പ്രചാരണത്തിൽ വിശ്വസിച്ചു പോകുന്ന ഒരു സർക്കാർ യഥാർത്ഥ പ്രശ്നങ്ങളെ കാണാതെ പോകും. ഇത്രയും കണ്ടതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിന് കുറവുണ്ടായിരുന്നത് പ്രതിഭയായിരുന്നില്ല. ലോകോത്തര എഞ്ചിനീയർമാരെ കേരളം വാർത്തെടുക്കുന്നുണ്ട്. പക്ഷേ അവരിൽ പലരും ജോലി ചെയ്യുന്നത് ബംഗളൂരുവിലും വിദേശത്തുമാണ്. 2018-നും 2023-നും ഇടയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഏതാണ്ട് ഇരട്ടിയായി എന്നത് ഈ പ്രതിഭാ ചോർച്ചയുടെ വ്യക്തമായ സൂചനയാണ്. കുറവുണ്ടായിരുന്നത് പാർക്കുകളുമായിരുന്നില്ല, കാരണം രാജ്യത്തെ ആദ്യത്തെ പാർക്ക് നമ്മുടേതായിരുന്നു. കുറവുണ്ടായിരുന്നത് പണവുമായിരുന്നില്ല, കാരണം പ്രചാരണത്തിന് നമ്മൾ ധാരാളം ചെലവഴിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിന് കുറവുണ്ടായിരുന്നത് വ്യക്തമായ ഒരു ദീർഘവീക്ഷണവും അത് നടപ്പാക്കാനുള്ള ശേഷിയുമായിരുന്നു. ആദ്യം ഓടി അവസാനം എത്തിയെന്നത് വിഭവങ്ങളുടെ പരാജയമല്ല, അത് നേതൃത്വത്തിന്റെ പരാജയമാണ്. ഈ വിടവ് ഇപ്പോൾ പുതിയ സർക്കാർ പാരമ്പര്യമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി വേണ്ടത് കൂടുതൽ പ്രചാരണമല്ല, ഘടനാപരമായ മാറ്റമാണ്. ആദ്യം വേണ്ടത് മാറി വരുന്ന ഉദ്യോഗസ്ഥർക്ക് പകരം വ്യവസായത്തെ നയിക്കാൻ കഴിയുന്ന ദീർഘകാല അധികാരമുള്ള ഒരൊറ്റ ശക്തമായ നേതൃത്വവും ലോക കമ്പനികളെ നേരിട്ട് ലക്ഷ്യമിടുന്ന വേഗതയേറിയ ഒരു നയവുമാണ്. രണ്ടാമതായി 1-2 വൻകിട ആഗോള കമ്പനികളെ കൊണ്ടുവന്ന് ശക്തമായ ഒരു ആവാസവ്യവസ്ഥയ്ക്ക് അടിത്തറയിടണം. ഒപ്പം പ്രൊഡക്റ്റ് കമ്പനികളിലൂടെയും ഒരു സംസ്ഥാന വെഞ്ചർ ഫണ്ടിലൂടെയും നമ്മുടെ പ്രതിഭകളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. 130 കോടിയിൽ ഒതുങ്ങിയ കോഴിക്കോടിനും മലബാറിനും യഥാർത്ഥമായ ഇൻഫോർമേഷൻ ടെക്നോളജി നിക്ഷേപം എത്തിക്കുക എന്നതും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അവസാനമായി പ്രചാരണത്തിനായുള്ള പെരുപ്പിച്ച സംഖ്യകൾക്ക് പകരം ഓരോ വർഷവും വിലയിരുത്താവുന്ന ഉത്തരവാദിത്തമുള്ള ലക്ഷ്യങ്ങൾ വേണം.
ഒപ്പം നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന നയസ്ഥിരതയും വ്യവസായ സൗഹൃദവും വേണം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ സയൻസ് പാർക്കും ശരിയായ ദിശയിലുള്ള ചുവടുകളാണ്. പക്ഷേ ദിശ മാത്രം പോരാ, അതിലുപരി വേഗവും കൂടി വേണം. അപ്പോൾ കേരളം ഇൻഫോർമേഷൻ ടെക്നോളജി മേഖലയിൽ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന്റെ സത്യസന്ധമായ ഉത്തരം ഇതാണ്. കേരളം ഒരു യഥാർത്ഥ ഇൻഫോർമേഷൻ ടെക്നോളജി മേഖല പടുത്തുയർത്തിയിട്ടുണ്ട്. അത് സാവധാനം വളരുന്നുമുണ്ട്. പക്ഷേ കർണാടകയോടും തെലങ്കാനയോടും തമിഴ്നാടിനോടും ചേർത്തുവെച്ച് നോക്കുമ്പോൾ കേരളം ഇന്നും ദേശീയ ചിത്രത്തിൽ ഒരു ചെറിയ കളിക്കാരൻ മാത്രമാണ്. ആദ്യം ഓട്ടം തുടങ്ങിയ നാട് ഇന്ന് എല്ലാവർക്കും പിന്നിലാണ്. ഇത് സത്യത്തിൽ മുരടിപ്പിന്റെ ഒരു ദശകമായിരുന്നു. വരുന്ന 10 വർഷം കേരളം ഈ വിടവ് നികത്തി മുന്നോട്ട് കുതിക്കുമോ, അതോ ഈ അകലം ഇനിയും കൂടുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത് കേരള ഡീകോഡഡ്, വസ്തുതകൾ വ്യക്തമായി.